ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് വൈകിട്ടത്തേക്ക് ഒരു മീൻ വറക്കുന്നതാണ്. മീൻ വറക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് രാവിലെ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയ കറിയാണ്, രസക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവൻ എന്നോട് ചെന്നമ്മയൊക്കെ അറിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ രസക്കറിയാണ്. എന്നാൽ ഇച്ചിരി മീൻ വറുത്തുകൊണ്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. ഈ രസക്കറിയുടെ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന രസക്കറി ഉണ്ടല്ലോ, ഒരു പ്രത്യേക രസക്കറി കേട്ടോ. അതിങ്ങനെ കുറെ ഇങ്ങനെ ഒഴിച്ചങ്ങ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസക്കറി അല്ലേ. അതാണ് അമ്മയുടെ വീട്ടിലും അങ്ങനത്തെ രസക്കറി ഉണ്ടാക്കാറല്ലേ. ഞാൻ ഇന്നിപ്പോ ഉണ്ടാക്കിയ രസക്കറി 3 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ ഉണ്ട്. ഞാനിപ്പോ വന്നപ്പോ ഉണ്ടല്ലോ ഒരു കപ്പ് ഒഴിച്ച് കുടിച്ചത് ഉള്ള കാര്യം. ഞാൻ ഇപ്പൊ കുടിച്ചു. അങ്ങനെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉറിക്കകത്തല്ലേ. ഉറിയലാണ് രസക്കറി. മുളക് വറുത്തരച്ച കറി, പുളിങ്കറി. ഇത് രസക്കറി വേറെ, പുളിങ്കറി വേറെയാണ്. രസമില്ലാത്ത ദിവസമില്ല അവിടെ. എന്നും ഉണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട് രസം. രസത്തിന്റെ കാര്യമല്ല പറഞ്ഞു വന്നത്. അപ്പൊ കറിയൊന്നും ഇല്ലെന്ന് വിചാരിച്ച ഞാൻ ഇച്ചിരി മീൻ വാങ്ങിച്ചു കേട്ടോ. അവനൊരു ശകലം അയില മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് വറക്കാം. ശകലം എന്ന് പറഞ്ഞാൽ 1/2 കിലോ ഉണ്ട്. അപ്പൊ രസക്കറി ഉള്ളപ്പോ പിന്നെ കറിയുടെ ആവശ്യമില്ല. അപ്പൊ വറുത്തതും ഉണക്കമീൻ വറുത്താൽ ഏറ്റവും നല്ലത് രസക്കറിയുടെ കൂടെ ചോറിനാനൊക്കെ ഉണ്ട്. നല്ല ഉപ്പുള്ള ഉണക്കമീൻ വറുത്താണെങ്കിൽ. ഇത് നമ്മുടെ അയിലയാണ്. ഈ അയില പക്ഷെ വേറൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ 1/2 കിലോ അയിലയൊക്കെ മതി നമുക്ക് കറി വെക്കാനായിട്ട് അല്ലേ. 1/2 കിലോ അയിലയായാലും ചാളയായാലും ഒക്കെ ഞങ്ങൾ 1/2 കിലോ മേടിച്ചിട്ട് 3-4 ദിവസം കറി കൂട്ടും. അപ്പൊ ഇത് ഞാനിപ്പോ വെട്ടി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വെട്ടി തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കാം. എത്ര മീനുണ്ട് ഇതിപ്പോ കണക്കിന് 6 ഉണ്ട്, പക്ഷെ ചെറുതാ, കുഞ്ഞു കിരിക്കാണ്ടി മീനുകളല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് വരയണം നമുക്ക് ഇങ്ങനെ നീളത്തില്. അപ്പൊ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. പക്ഷെ അമ്മ ഇവിടെ എങ്ങനെയാണ് മീൻ വറക്കണത്, സാധാരണ നോർമൽ ഡേയ്സിൽ എങ്ങനെയാണ് വറക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വെട്ടി കഴുകി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു അല്ലേ. നീളത്തിൽ വരയണം. ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് അങ്ങോട്ടും ഇരിക്കും അന്നേരം അല്ലേ. 2 സൈഡ് ഒരുപോലെ അല്ല ഇരിക്കും, ക്രോസ് ഇന്റു പോലെ ഇരിക്കും. അത് ചെയ്യുമ്പോ ഇങ്ങനെ കാണിച്ചമ്മേ ഇങ്ങനെ കീറി. ഇതൊക്കെ എല്ലാരും ഇങ്ങനെ വരഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ എന്തോരം മസാല ഇടണം, എന്തോരം പൊടികളാണ് ഇതിന്റെ അകത്ത് ഇടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കാണിക്കാം അല്ലെ. അപ്പൊ ഇത് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലത്തെ നമ്മുടെ അത്താഴം നാളെയും കൂട്ടും. നാളെ ഉച്ചയ്ക്കും അത്താഴവും കൂട്ടും. അമ്മയ്ക്കാണ് ഒട്ടും വയ്യാട്ടോ. അതുകൊണ്ട് ഞാൻ മീൻ വെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അമ്മ പറഞ്ഞു ഇനി ഇപ്പൊ എന്റെ കയ്യിലാക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ അയിലയായോണ്ട് എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റുള്ള മീനാന്ന് ഞാൻ വെട്ടൂല, എനിക്കത് പറ്റൂല വെട്ടാനൊന്നും. ഇപ്പം തീരെ ഒരു സുഖം, വയറിനൊക്കെ ഒരു സുഖക്കുറവാണ്. എന്നാന്നറിയാൻ വയ്യ. എന്താണ് വയറിനകത്ത് വയറ്റുവേദനയല്ല, അല്ലാത്ത ഒരു വേദനയാണ് എന്റെ വയറിന്. വേദനയാണോ വിമ്മിഷ്ടാണോ? വിമ്മിഷ്ടാണ്, ഒരു വേദനയാ. വേദന എന്ന് പറഞ്ഞാൽ നമ്മളത് എന്നാ വേദനയാന്ന് പറയാൻ എനിക്ക് അറിയാൻ വയ്യ. അൾസറിന്റെ വല്ല പ്രശ്നം? അൾസറിന്റെ ഒന്നും ഇല്ല. ചിലപ്പോ ടെൻഷൻ കൊണ്ടുള്ള വേദനയായിരിക്കും. നമ്മുടെ പെരപണിയൊക്കെ ആയപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനാ. പിന്നെ കുറെ പേര് ചോദിച്ചു വീട് പണി എന്തായി ചോദിച്ചു. വീട് പണിയുടെ വീഡിയോ ഒന്ന് കാണിക്കാട്ടോ. അടുത്ത ദിവസം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. വീട് പണി ഇപ്പൊ എവിടം വരെ ആയെന്ന് കാണിക്കാം. അപ്പൊ നമ്മളിത് അമ്മ എല്ലാ മീൻ 1 2 3 4 5 6 7 മീനുണ്ട്. ചെറുതായിട്ടാ. ഒരു വലിയ അയില ആണെങ്കിൽ 1 കിലോ 7 അയില കാണത്തില്ല, 6 ഒരു 3 അയിലേക്ക് 1/2 കിലോ അല്ലേ. അപ്പൊ പണ്ടൊക്കെ നമുക്ക് 1/2 കിലോ ശരിക്കും 1/2 കിലോ അയില വാങ്ങിച്ച് നുറുക്കി കറി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്കൊക്കെ കൂട്ടാനുള്ള അല്ലേ. എന്നൊക്കെയാ ഇടുന്നതിന്? അപ്പൊ നമ്മൾ ആദ്യം സ്വല്പം മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ചിലരൊക്കെ ഉണ്ടല്ലോ പല 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 സാധനങ്ങളൊക്കെ ചേർത്ത് മീൻ വറക്കുക. കോഴിക്കോട്ടേക്കൊക്കെ മീൻ വറക്കണ ഇങ്ങനേ അല്ല. അവിടെ പിള്ളേര് പറയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പ്രത്യേക അങ്ങനെ വറക്കും എന്ന് പറയും. അതെ, ഇത്രയും കുരുമുളക് പൊടി. ഇവിടെ മെയിൻ കുരുമുളക് പൊടി ഇടുവേ. പിന്നെ ഈ കുരുമുളക് പൊടി ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിച്ചതല്ല അല്ലേ, ഒരു ചെറിയൊരു തരിയൊക്കെ ഉള്ള രീതിയിലാണ് മീനിന്റെ കുരുമുളക് പൊടിക്കണം അല്ലേ. നമ്മൾ ഇനി ഇച്ചിരി പിരിയമുളക് പൊടിച്ചത്. അപ്പൊ കുരുമുളക് പൊടി ഇട്ടത് കൊണ്ട് പിരിയമുളക് പൊടിച്ചതാ. അപ്പൊ അത് നമ്മളൊരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുണ്ട്. കുരുമുളക് പൊടി ഉള്ളതുകൊണ്ടാണ് അത് ഇട്ടത് അല്ലേ. അമ്മ നോർമൽ മുളക് പൊടി ഇടുന്നില്ല അമ്മ? അല്ല, അത് വേണ്ട, കുരുമുളക് ഉള്ളതുകൊണ്ട്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി വേണമെങ്കിൽ ഇടാൻ കേട്ടോ. നമ്മൾ ഒത്തിരി എരിവിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ഇടുന്നത് അല്ലേ. അപ്പൊ ഇത്ര ഉപ്പ്, ഒരു 3/4 സ്പൂൺ ഉപ്പും ഇതിട്ട് പെരട്ടിയാൽ മതി. പക്ഷെ ഞങ്ങൾ ഇവിടെ പെരട്ടുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഇതിന് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ചിലര് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുഴക്കണവരുണ്ട്. ഞങ്ങൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കുഴിക്കാറില്ല അല്ലെ. ഇവിടെ ഇനി ഇത് മിക്സ് ചെയ്യണ കാണിച്ചു തരാം. സ്വല്പം വിനാഗിരി. യെസ്, ഒരല്പം വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ് ആണെങ്കിൽ അത് ഒഴിച്ചാലും മതി. പക്ഷെ ലൈം ജ്യൂസ് ഒഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരിച്ചിരി കയ്പ് പോലെ വരാൻ സാധ്യത അല്ലേ. അപ്പൊ ലേശം വിനാഗിരി കണ്ട ഇതാണ്, ഇങ്ങനെയാണ് ഇവിടെ. ഇതും കൂടിയാണ് ചേർക്കുന്നത്. ഇതാണ് നമ്മുടെ കൂട്ട് അല്ലെ.
ഇത്രേ ഉള്ളൂ. ഇത്രയാണ് കൂട്ട് വരുന്നത്. നമുക്ക് നീ തരട്ടാ നല്ലപോലെ. ചിലർ ഇതിന്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചാളയാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചിലര് ഉലുവാപ്പൊടിയൊക്കെ ചേർക്കും. അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ചേർക്കും. പക്ഷെ ഇത് നമ്മള് സിമ്പിൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മസാല. ഇനി പക്ഷെ ഇത് ഇപ്പൊ അങ്ങ് വറക്കത്തില്ല അല്ലേ? അല്ല, നമ്മള് ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ച്. യെസ്, അതാണ് ഇവിടുത്തെ ട്രിക്ക്. അതാണ് ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അതായത് ഇപ്പൊ നമ്മൾ എടുത്ത് വറക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിലേക്ക് അങ്ങ് വെക്കും അല്ലെ? അപ്പൊ ഫ്രീസറിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് മുളകും ഇതൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കും. ഇനി അതല്ല, നിങ്ങൾ വെച്ചിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പുറത്ത് വെച്ചാലും മതി. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെറുതെ സാധാ ഫ്രിഡ്ജിൽ വെച്ചാലും മതി അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് വറക്കാനുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് അങ്ങ് ഇപ്പൊ വറുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും പിടിക്കത്തില്ല. അപ്പൊ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോ എല്ലാം പിടിക്കും. എന്നിട്ട് നമുക്ക് വറക്കുന്നത് കാണിക്കാൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ഇതാണ് നമ്മളുടെ മീനിന്റെ മിക്സിങ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്. ഇതാണ് കേട്ടോ നമ്മളൊരു 10 മിനിറ്റോളം നമ്മൾ ഫ്രീസറിൽ വെച്ച മീനാണിത്. കണ്ടോ, 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും കണ്ടോ അതിലൊക്കെ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറെ സമയം പുരട്ടി വെക്കുന്നതിന് പകരം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് മീൻ കിട്ടും. അപ്പൊ ഇത് കണ്ടില്ല, ഇതിൻ്റെ അകത്ത് വെള്ളമയൊക്കെ അതിലേക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഉപ്പും മുളകും ഒക്കെ അതിലേക്ക് ആകുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു ഫ്രൈങ് പാൻ്റെ അകത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചട്ടിക്കകത്തൊക്കെ ഇരുമ്പ് എന്തിൽ വേണം നമുക്ക് ഉണ്ടാക്കാം, അപ്പച്ചട്ടിയിലൊക്കെ അല്ലെ. ഇപ്പൊ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഫ്രൈങ് പാനിലാണ് ഇടാൻ പോകുന്നത്. ചിലരുണ്ട് ഇതിനകത്ത് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം അല്ലെ അതിന്റെ മുകളിലേക്കൊക്കെ മീനൊക്കെ പറക്കി വെക്കുന്നതൊക്കെ കാണാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കറിവേപ്പില ഇട്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ കറിവേപ്പില ഇടുമ്പോൾ അടിയിൽ മീൻ പിടിക്കത്തില്ല അല്ലെ? അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ വേണേൽ ചെയ്യാം. നമുക്ക് കാര്യം പറഞ്ഞാൽ കറിവേപ്പിലയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്നാലും നമ്മൾ അങ്ങനെ കറിവേപ്പിലയൊന്നും നമ്മൾ ഇടുന്നില്ല. മീൻ മാത്രം നമ്മൾ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണ്. കണ്ടില്ലേ, ഇത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള അല്ലേ ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ്. ഇതാണ് നോർമലി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാക്കുന്ന മീൻ വറുത്തത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇത് എത്ര സമയം, നമ്മൾ കുറച്ച് സമയം വെക്കണം. അപ്പൊ നല്ല തീയിലാണ് നമ്മൾ വെച്ച്. ഇപ്പൊ നമ്മൾ തീ എന്നിട്ടൊന്ന് കുറച്ച് വെച്ചു അല്ലേ. നല്ല തീ, എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴാണ് നമ്മൾ ഇട്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇനി നമ്മൾക്ക് പയ്യെ ഇരുന്നല്ലേ. ഇത് കനലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വിറകടുപ്പിലാണെങ്കിൽ കനലിലിരുന്ന് പയ്യെ ആയി വരുമ്പോൾ ഇതിലും ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ അതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മത് ജസ്റ്റ് ഇത് ഒന്ന് മറിച്ചിടുവാണ് കേട്ടോ മീൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപോലെ വെന്ത് കിട്ടും. ഇത് നമ്മൾ അടച്ചൊന്നും വെക്കണ്ട അല്ലേ. വേറൊരു കാര്യമുണ്ട്, അടച്ചു വെച്ച് മീൻ വറക്കുന്നതിന്റെ രുചിയും തുറന്ന് വെച്ച് മീൻ വറക്കുന്നതിന്റെ രുചിയും രണ്ട് രുചിയാ അല്ലെ. രണ്ട് ചിലർക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അത് കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റീമൊക്കെ അത് തന്നെ വെന്ത് വന്ന പോലെ ഇരിക്കും. പക്ഷെ ഇത് കുറച്ചും കൂടെ മൊരിഞ്ഞ് കിട്ടും അല്ലെ. അടച്ചു വെച്ച അത്ര മൊരിയത്തില്ല, ഒരു സ്റ്റീം സ്റ്റൈലിലായിരിക്കും വരുന്നത്. അപ്പൊ ഇനി പയ്യെ തീ ഒന്ന് കൂട്ടിക്കൊടുത്ത് തിരിച്ചിട്ടിട്ട് അല്ലേ ഒന്നും കൂടെ മറിച്ചിടും. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇടും മറിച്ചും തിരിച്ചു വിട്ട് നമ്മുടെ മീൻ ആവശ്യത്തിന് വേവിച്ചങ്ങ് എടുക്കും. ഇങ്ങനെ നമ്മുടെ മീൻ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ് നമുക്ക് നല്ല അടിപൊളി ഇപ്പൊ കാണുന്നത് നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. നല്ല മണവും. ഈ അയിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോ ഫ്രീസറിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടത്തില്ല അല്ലേ. പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ മീനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വറുത്താൽ ഒരുമാതിരി ഒരു രുചിയില്ല. അയില ചാളയൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് അപ്പൊ തന്നെ വറുത്ത് കഴിക്കണം അല്ലേ. എന്നാലും മീൻ കൊള്ളത്തില്ല. മീൻ അപ്പൊ തന്നെ ഉപയോഗിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അമ്മ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടത് നമ്മുടെ മീൻ അങ്ങനെ ഫ്രൈ ആക്കുക. ഇങ്ങനെയാണ് ഇവിടെ സാധാരണഗതിയിൽ മീൻ വറക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ അയില മീൻ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റൈലിലാണ് ഇവിടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മീൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ മീൻ വറക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെ വറക്കുന്നുള്ളത് നിങ്ങൾ ലൈക്ക് ഇതിനകത്തൊന്ന് കമന്റ് ആയിട്ട് ഇടണം. അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാം. ഞങ്ങൾ മീൻ വറക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കുക. നോർമൽ മീൻ വറക്കുന്നത് ഇത്ര വിനാഗിരിയൊക്കെ ഒന്ന് ഒഴിച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് ഒന്ന് വറക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഫ്രീസറിൽ വെക്കണം. ഒരു പ്രത്യേക രുചിയാണ് ഈ മീൻ വറക്കുന്നതിന്.
അപ്പൊ ഞങ്ങളുടെ ഈ മീൻ വറുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലൈക്കും കമന്റും ഒരു കാരണവശാലും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.